വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനുണ്ടല്ലോ എന്റെ എല്ലാ വീഡിയോയിലും പറയും കേട്ടോ, കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലാ വീഡിയോയിലും ഞാനിത് പറയും, എന്നിട്ട് ഞാൻ പറയും ഇനി അങ്ങോട്ട് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ കുറച്ചധികം തിരക്കുകളിൽ പെട്ടുപോയത് കൊണ്ടാണ്. കാരണം ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ എക്സ്ക്യൂസസ് ആണ്. ഈ റെന്റിംഗ് ഒക്കെ ആയില്ല, അപ്പൊ കോളേജിലെ കുറച്ച് ബിസി ഷെഡ്യൂൾ ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഫിസിക്കലി വയ്യായിരുന്നു. ഇപ്പോഴാണത് റെഡി ആയത്. അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വന്നു. അപ്പൊ ഞാനിനി കൂടുതൽ വളവള എന്ന് പറയാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് തമ്മയിൽ കണ്ട പോലെ തന്നെ ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സ്കിൻ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സ്കിൻ കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സ്കിൻ ഒരു ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ പ്ലീസ് എന്റെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, ഇതും ഞാൻ എല്ലാ വീഡിയോയിലും പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ക്യാരറ്റ് ഓയിൽ എന്നത് നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടാവും, പല യൂട്യൂബേഴ്സും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇപ്പൊ വീഡിയോ ചെയ്യാൻ കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്താണ് ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പൊ എനിക്ക് ഓക്കെ കുഴപ്പം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അറിയുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, എത്ര ടൈം അത് അപ്ലൈ ചെയ്ത് വെക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമേ നമ്മൾ ഈ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ, ക്യാരറ്റ് ഓയിലും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള മേക്കിംഗ് എങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിളിന്റെ അല്ലെങ്കിൽ ക്യാരറ്റിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ വളരെ നല്ല ഒന്നാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്കകത്തുള്ള മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ ക്യാരറ്റ് യൂസ് ചെയ്യും. അപ്പൊ ക്യാരറ്റ് പൊതുവെ എല്ലാവരും ജ്യൂസ് ആയിട്ടും ഒക്കെ കുടിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു റെമഡി നമ്മൾ സ്കിന്നിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാണ്. നമ്മുടെ ഫുൾ ബോഡി ആൻഡ് ഫേസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെയറിലും വളരെ നല്ലതാണ് കേട്ടോ. ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സ്കിന്നിലും ബോഡിയിലും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് സ്കിന്നിന്റെയും ബോഡിയുടെയും മാത്രമേ അതിന്റെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. ഹെയറിൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. ഇനി എന്തിനാണ് ഈ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ് ഒക്കെ മാറി ഒന്നൊരു ഫ്രഷ് ഫീൽ വരാൻ വേണ്ടിയിട്ട്, സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു നാച്ചുറൽ റെമഡിയാണ്, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിലി സ്കിൻ ഉള്ളവർ ഒന്ന് സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാം. എന്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. ചിലപ്പോൾ ഓയിലി സ്കിൻ, ഇതൊരു ഓയിൽ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് എത്രമാത്രം ഇത് സ്യൂട്ട് ആവും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പൊ അവരൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഒക്കെ ഉള്ളവർ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാം. യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. കംപ്ലീറ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. അപ്പൊ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വേണമെങ്കിൽ കുഞ്ഞു മക്കൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവരൊന്നും ശ്രദ്ധിക്കണം. ഓക്കെ, അതൊന്ന് സെൻസിറ്റീവ് സ്കിൻ, ഓയിലി സ്കിൻ ഉള്ളവരൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ അല്ലേ, 2 മാസം വെക്കേഷൻ ഒക്കെ വന്നു തുടങ്ങിയില്ല, ഏപ്രിലായി. അപ്പൊ ഈ 2 മാസമൊക്കെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വീട്ടിനകത്ത് തന്നെ, പുറത്ത് ഭയങ്കര ചൂടല്ലേ, അപ്പൊ കഴിവതും പുറത്ത് പോകുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുമല്ലോ. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതൊരു കാര്യം യൂസ് ചെയ്യുകയാണെങ്കിലും വെയിലങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരുന്നതെന്ന് കാണിക്കാം.
ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. നമ്മളിത് അല്ലാതിരുന്നാലും, അതായത് ഫ്രിഡ്ജിൽ അല്ലാതിരുന്നാലും ഒരു 2 മാസത്തോളമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. യാതൊരു വിധത്തിലുള്ള കേടൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഫേസിലും ഫുൾ ബോഡിയിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അതിന് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇത് വെക്കണം. അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ആ ഒരു ഓയിൽ കണ്ടന്റ് പ്ലെയിൻ വാട്ടറിൽ മാത്രം കഴുകി കളഞ്ഞാൽ ചിലപ്പോൾ പോയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ചെറുപയർ പൊടി യൂസ് ചെയ്യുക കേട്ടോ. അല്ലാതെ ഡയറക്ട്ലി നിങ്ങൾ സോപ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ സോപ്പ് രണ്ടും കൂടി വരുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ അത് വാഷ് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അത് കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയന്റ് മാത്രം, വളരെ ചെലവ് കുറഞ്ഞ 2 ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് മേക്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല, നമുക്കത് യൂസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.